ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് നിങ്ങളെ കാണിക്കുന്നുണ്ടല്ലോ, ഏഞ്ചലിൻ്റെ 16th ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ഡിന്നറിന് പോയേ. അത് എവിടെയാണെന്നൊക്കെ അതിൻ്റെ വിശേഷങ്ങൾ കാണിക്കാമെന്ന് നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് ഞാൻ ഓർത്തു. ഞങ്ങൾ പോയ റെസ്റ്റോറൻറ്റിൻ്റെ പേരാണ് ഈ കാണുന്നത്, കിക്കിൻ ഇൻ എന്നാണ്. അതൊരു സീ ഫുഡ് റെസ്റ്റോറൻറ്റാണ് കേട്ടോ. ഈ റെസ്റ്റോറൻറ്റ് പെർത്ത് സിറ്റിയുടെ അകത്ത് തന്നെയാണ്. നമ്മുടെ ട്രെയിൻ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് പെർത്ത് CBD തന്നെയാണ് ഇതുള്ളത്. അപ്പം നമുക്കതിൻ്റെ വിശേഷങ്ങൾ കാണാം. ഇത് കണ്ടോ, കാരണം അവരതിൻ്റെ ഏപ്രനൊക്കെ കിട്ടും. അതായത് നമ്മൾ ചുമ്മാ വന്നിരുന്ന് കഴിക്കാൻ പറ്റുമല്ലോ ഇവിടെ. എന്നാ വെച്ചാൽ ഇത് ഒത്തിരി സീ ഫുഡ് ആയതുകൊണ്ടേ നമ്മുടെ ദേഹത്തൊക്കെ പറ്റാൻ സാധ്യതയുണ്ടെന്ന് ഓർത്തുകൊണ്ട് അവർ നമുക്കെല്ലാവർക്കും ഏപ്രനൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റം എത്തി കേട്ടോ. നമ്മൾ ഓർഡർ ചെയ്തതിൻ്റെ പേരാണ് മിക്സ്ഡ് ബാഗ് സീ ഫുഡ് ബോയിൽ എന്നാണ്. ഇത് നമുക്ക് ഇഷ്ടം പോലെ കസ്റ്റമൈസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അവിടെ നമുക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ട് നമുക്ക് വേണ്ട ഐറ്റം, നമ്മൾ കഴിക്കുന്ന ഐറ്റം നമുക്ക് സെലക്ട് ചെയ്തും കൊടുക്കാം. ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന മിക്സ്ഡ് ബാഗ് തന്നെ എടുക്കുക കേട്ടോ ചെയ്തത്. നല്ല ആവി പോകുന്ന സീ ഫുഡ്. ഇത് ഇതെല്ലാം കൂടെ കഴിച്ചെടുക്കുമ്പോഴത്തേനും അതല്ല, ഡിഫറെന്റ് ടൈപ്പ് ഞണ്ടുണ്ട്. ചിലതിങ്ങനെ ചെറുതായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടോ എല്ലാവരും പൊളിച്ച് തന്നെയാണ്. ഇതെന്നാണ് ഓയിസ്റ്ററോ, ഇതെന്നാണ്? ആ ഓക്കെ, കക്ക. ഇത് നല്ല മുഴുക്ക ചെമ്മീനൊക്കെ കിടക്കുന്നതുണ്ടോ? ഇത് നമ്മുടെ ഞണ്ട്. ഏതാണ് മസിൽ? പല തരത്തിലുള്ള ചെമ്മീനുണ്ട്. ചെറിയ കക്ക, വലിയ കക്കയുണ്ട്. പിന്നെ എന്നാണ് ഇതിൻ്റെ അകത്ത് നമ്മൾക്ക് വെറൈറ്റി ആയിട്ടുള്ള പൊട്ടാറ്റോസ്. ഇതിൻ്റെ അകത്ത് പൊട്ടാറ്റോ ഉണ്ട്, ഇതെല്ലാം ക്രാബ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇതുണ്ടോടാ, ഒക്ടോപ്പസ് ഉണ്ടോ? ഉണ്ട്. ഇതിൻ്റെ നടുക്ക് ഒരു സോസ് ഒഴിച്ചിട്ടുണ്ട്. 2-3-4 വെറൈറ്റി സോസ് ഉണ്ടായിരുന്നു. അല്ല, നമ്മളേത് സോസാടാ നമ്മൾ ഓർഡർ ചെയ്ത്? സ്പൈസി എന്നുള്ള സോസാ അല്ലേ? ഏഞ്ചല, നിനക്ക് ഇഷ്ടപ്പെട്ടോ? ഷാരു നല്ലതാണോ? സ്റ്റീവ്, അച്ഛനെ ഇഷ്ടപ്പെട്ടോ? അച്ഛാ ഈ സോസും കൂടെ അങ്ങ് മുക്കി തിന്നണം. പിന്നെ നമ്മളൊരു ഇച്ചിരി ഫ്രൈഡ് റൈസ് പറഞ്ഞിട്ടുണ്ട്, അത് ഇതുവരെ വന്നില്ല. അതിന് വേണ്ടി കൊണ്ട് വെയിറ്റ് ചെയ്യാണ്. ഷാരു സ്റ്റീവൊക്കെ ഇന്ന് വരെ ജീവിതത്തിൽ ഞാൻ ആ വീട്ടിൽ നിന്ന് പറയുമ്പം എടാ എനിക്ക് ഇച്ചിരി ചെമ്മീൻ പൊളിച്ചോടാന്നൊക്കെ പറയുമ്പോൾ ഒരു ഒറ്റ കുഞ്ഞുങ്ങളും തരുമല്ല. അന്നേരം നല്ല സുഖമാണ് നമ്മളങ്ങ് പൊളിച്ചു കൊടുത്ത് തിന്നാൻ. ഷാരു, ഇപ്പം ഇതിങ്ങനെ പൊളിക്കാനൊക്കെ ഇച്ചിരി കഷ്ടപ്പാടുണ്ടല്ലേ? ആരെങ്കിലും പൊളിച്ചു തരുവാണെങ്കിൽ ഇത് പെട്ടെന്ന് തിന്നായിരുന്നല്ലേടാ. ഇഷ്ടപ്പെട്ടിരുന്ന് പൊളിക്കുകയാണ്. എല്ലാവരും ഗ്ലൗസ് ഒക്കെ തന്നെ. സ്റ്റീവിന് ദേഷ്യം വരുന്നുണ്ടെന്ന് തോന്നുന്നു പൊളിച്ച്. നമ്മൾ ഇതിൻ്റെ കൂടെ ഫ്രൈഡ് റൈസും കൂടെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാ ഫ്രൈഡ് റൈസ് ആടാ ഇത്? Cajun fried rice. Cajun fried rice. Asian. Spicy വേറെ, Cajun ആണ് spice. ആ ഓക്കെ. ഇനിയിപ്പോൾ കഴിക്കുവാണേ. ഏകദേശം ഇത് തിന്നൊക്കെ കഴിഞ്ഞ് വയറൊക്കെ ഏകദേശം നിറഞ്ഞു കഴിഞ്ഞപ്പം ഷാരു സ്റ്റീവൊക്കെ അതൊക്കെ കാണിച്ച് ഫൺ ചെയ്യാൻ തുടങ്ങി. കാണിച്ചാലും നിന്റെ ക്രാബ്. ഇതാണ് ക്രാബ്. കടിക്കാൻ നേരം പിടിക്കാം. എല്ലാം തിന്ന് ഇതാണ്ട് ഇതിൻ്റെയൊക്കെ എല്ലും മുള്ളും മാത്രമാക്കി. ഇതിപ്പം വേസ്റ്റ് മാത്രമായി. എല്ലാം പൊളിച്ചു തിന്നു. ലാസ്റ്റ് തപ്പിക്കൊണ്ടിരിക്കുകയാണ്.
ഏഞ്ചല നല്ലതായിരുന്നോടി, ഇഷ്ടപ്പെട്ടോ? എല്ലാം തീർത്ത് കേട്ടോ. ഈ പപ്പ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്ത് ഞണ്ടിൻ്റെ കാലിൻ്റെ അകത്തുള്ളതെല്ലാം വലിച്ചെടുത്തു. സ്റ്റാരിയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഗ്ലൗസൊക്കെ ഊരുവാണ്. എന്താ അല്ല, ഇങ്ങനെ ഗ്ലൗസ് കൂട്ടി കഴിക്കുന്നതുകൊണ്ട് കൈയൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കും. ഇതാ ഒരു ബക്കറ്റ് സാധനം തീർത്തു. കണ്ടോ, നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച സാധനമൊക്കെ തിന്ന് തീർത്ത് നടക്കുന്ന അതിൻ്റെ വേസ്റ്റാണ് 2 സൈഡിലോട്ടൂടെ കൂട്ടി എല്ലാവരും ഏപ്രിനൊക്കെ ഊരി ക്ലീനൊക്കെ ചെയ്ത് വെറ്റ് വൈപ്പ് വെച്ച് അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും സന്തോഷത്തോടുകൂടി വയറ് നിറഞ്ഞ് ഇറങ്ങി വരികയാണ്. ഇതിന് എനിക്ക് തോന്നുന്നു നമ്മൾ ഓർഡർ ചെയ്ത ബാഗ്, സീ ഫുഡ് ബോയിൽ ബാഗിന് അറൗണ്ട് $165 അടുത്തായി. പിന്നെ നമ്മൾ റൈസും കൂടെ ഓർഡർ ചെയ്തല്ലോ, എല്ലാം കൂടെ കൂട്ടി $200 അടുത്തായി. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് വേണ്ട ഒക്ടോപ്പസോ ലോബ്സ്റ്ററോ ഒക്കെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് നമ്മൾ കഴിക്കുന്ന മാത്രം നമുക്ക് വെച്ചും കസ്റ്റമൈസ് ചെയ്തെടുക്കാം. അങ്ങനെ സീ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോഴേ ഏഞ്ചലിനൊരാഗ്രഹം എന്തെങ്കിലും സ്വീറ്റ് കഴിക്കണമെന്ന്. അതിന് വേണ്ടിയിട്ട് അവൾ ഞങ്ങളെയും കൂട്ടിക്കൊണ്ട് നോർത്ത് ബ്രിഡ്ജിലുള്ള ഒരു കൊറിയൻ ഡിസേർട്ട് ഒക്കെ കിട്ടുന്ന ഒരു കടയിൽ പോയി. അവിടെ നിന്ന് മേടിച്ച ഐറ്റമാണിത്. അതിൻ്റെ പേരാണ് സ്ട്രോബെറി ബിങ്സു. നല്ലതായിരുന്നു കേട്ടോ. ഇതെന്നാ ഏഞ്ചലെ? വാഫിൾ ഓക്കെ, സ്വീറ്റ് അല്ലേ ഇത്? അങ്ങനെ ഇന്നുകൊണ്ട് ഏഞ്ചലിൻ്റെ ബർത്ത്ഡേയുടെ, ഇതാണ് ഏഞ്ചലിൻ്റെ ബർത്ത്ഡേയുടെ ലാസ്റ്റ് ഐറ്റം. അതോടുകൂടി തീർന്നു ഈ വർഷത്തെ ബർത്ത്ഡേ ഡിന്നർ. അപ്പോൾ ഇതൊക്കെ ആകട്ടോ ഏഞ്ചലിൻ്റെ ബർത്ത്ഡേ ഡിന്നറിൻ്റെ വിശേഷങ്ങൾ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാവേ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.